ഇപ്പോ മണി സാർ ഇപ്പൊ ഈ ഊരുമൂപ്പന്മാരെ പറ്റി പറഞ്ഞു. അപ്പൊ ഓരോ ഊരിനും മൂപ്പന്മാരുണ്ടല്ലോ ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട് പ്രധാനപ്പെട്ട ഒരു ഉം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാരുടെ പേര് ഓ ഓർമ്മയുണ്ടോ? പറയാല്ലേ പറയാം. അതിന് ഞാന് മറ്റേ വീട് വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന ആള് മാമണ തോണികൊണ്ട് ഊരിന്റെ മൂപ്പൻ, പൃക്കൻ മൂപ്പൻ എന്ന് പറഞ്ഞ മൂപ്പനാണ്. ഉം. ആ മൂപ്പനായിരുന്നു എൻ്റെ ആദ്യകാല ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായി. ഓ അത് ശരി. എൻ്റെ കൂടെ താമസിച്ചിരുന്ന ആളുകൾക്ക് ഈ മറ്റേ മാൻ കുത്തിയ ആൾ മരിച്ച് ആളെ കൊണ്ട് അടയ്ച്ചത് ഈ മൂപ്പനാണ്. അത് ശരി. അവരുടെ സെമിത്തേരി കൊണ്ടടക്കി. ഉം. അതിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഉം. അവരെ തന്നെ അവരുടെ ഒരാളായിട്ട് തന്നെ കണക്കാക്കി. ഉം. പിന്നെ പിന്നെ അതങ്ങനെ പൃക്കൻ മൂപ്പൻ. ഉം. പിന്നെ എനിക്ക് ഏറ്റവും അന്ന് പരിചയം വന്ന മൂപ്പന് ഈ ചെല്ലിപ്പാറപ്പള്ളിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഊരുണ്ടായിരുന്നു, ഒമ്മല ഊരെന്ന് ആ പറഞ്ഞൊരു ഊര്. ഉമ്മലും. അവിടെ ഒരു പ്രഗത്ഭനായ അട്ടപ്പാടിക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു മൂപ്പനുണ്ട്, ഉമ്മല കിട്ട മൂപ്പൻ. ഉം. ആ മൂപ്പനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടതെന്ന് വേണേൽ പറയാം. ഓ അത് ശരി. ഈ മൃഗം മൂപ്പൻ കഴിഞ്ഞാൽ ഉം. മൂപ്പൻ മുമ്പ് തന്നെ അങ്ങനെ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ അന്നും അറിയപ്പെടുന്ന ആളാണ്. ഉം. അയാളുടെ മക്കളൊക്കെ അവർ വലിയ കായശേഷിയുള്ള ആൾക്കാരായിരുന്നു. പഠിപ്പുണ്ടായിരുന്ന മക്കളും ഉണ്ടായിരുന്നു. പിന്നെ അവർ വേട്ടയ്ക്ക് എല്ലാ കാര്യങ്ങളിലും അവർ പല ഭൂമി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ആ മൂപ്പന എന്നെ ആദ്യം ഈ വനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ മൂപ്പൻ്റെ മകനൊരു മറ്റേ വലിയ നായാട്ടുകാരനായിരുന്നു. അപ്പോൾ അയാളുടെ കൂടെ ഞാൻ നായാട്ട് പഠിക്കാൻ വേണ്ടി ആരും പോയിട്ടുണ്ട്. എല്ലാം അവരൊരു ഇതായിരുന്നു. അപ്പോൾ ഉമ്മല കിട്ടമൂപ്പൻ. പിന്നെ കിട്ടമൂപ്പൻ്റെ അച്ഛൻ ചെലകൻ മൂപ്പൻ എന്ന് പറഞ്ഞ് മൂപ്പനേക്കാൾ പ്രഗത്ഭനായൊരു മൂപ്പനുണ്ടായിരുന്നു. എനിക്ക് ആ മൂപ്പൻ ഞാൻ വന്നപ്പോഴേക്കും മരിച്ചുപോയി. അന്ന് അദ്ദേഹത്തെ പറ്റിയുള്ള കഥകളെ കേട്ടിരുന്നു. അങ്ങനെ ഒരു ഫാമിലി. പിന്നെ അറിയപ്പെട്ടിരുന്ന ഒരു മൂപ്പന് ഈ കണ്ടിയൂർ ഉമ്മല കുഞ്ചൂർ എന്ന് പറഞ്ഞൊരു ഊരുണ്ടായിരുന്നു, മുടുകരുടെ ഊരാണ്. അവരുടെ കൂട്ടത്തിൽ അന്ന് ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഉമ്മല കുപ്പൻ മൂപ്പൻ. ആ മൂപ്പനുമായിട്ടും എനിക്ക് ഭയങ്കര കമ്പനിയായിരുന്നു. ഒരു ചെറിയ മനുഷ്യനായിരുന്നു, പക്ഷേ അങ്ങേർക്ക് ഒരുപാട് വൈദ്യവും തന്ത്രമന്ത്രങ്ങളും എല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ വലിയ ആദരവുകളായിരുന്നു. വേട്ടക്കാർ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കണ്ട് കാണാതെ പോയാൽ ഒന്നും കിട്ടില്ലെന്നാണ് അതുകൊണ്ട് വിശ്വാസം. മൂപ്പൻ കാട് കെട്ടുമെന്നും പറ്റിയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൂപ്പന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മലക്കുപ്പനെ ഇവിടെ പല ആളുകളെല്ലാം അറിയാം. കുറുമ്പരുടെ കൂട്ടത്തിലുള്ള ഒരു മൂപ്പനാണ്. കുറുമ്പര് വനത്തിലാണ്. അപ്പോൾ അവിടെ അവർ ഞാൻ ആനവായ എന്ന് പറഞ്ഞ വീട്ടിൽ ആനവാ മുദ്ദൻ മൂപ്പൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അറിയും, നാട്ടുകാരും മുന്നോട്ടിലൊക്കെ അറിയും. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരുപാട് സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നാണ്. പിന്നെ ഒരുപാട് യാത്ര ചെയ്യും തമിഴ്നാട്ടിലേക്കൊക്കെ, മരുന്നുകൾ അറിയാമായിരുന്നു. ഈ കുപ്പൻ എന്ന് പറഞ്ഞ മൂപ്പൻ കുറുമ്പ മൂപ്പൻ്റെ പെങ്ങളുടെ മകനാണ്. അവർക്ക് മറ്റേ മൃഗരും കുറുമ്പരും തമ്മിൽ വിവാഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പിള്ളേരുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇല്ല. അവരെ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയുണ്ട്. മുടുകരും കുറുമ്പരും ചോദിച്ചു പോണവരാണ്. കല്യാണം ബന്ധങ്ങളൊക്കെ അവർക്ക് തമ്മില. അപ്പൊ ആ മൂപ്പനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു പഠിക്കുന്നവര്. പിന്നെ അറിയുന്ന ഒരു മൂപ്പനുണ്ടായിരുന്നത് കുറുമ്പരുടെ കൂട്ടത്തിൽ തന്നെയുള്ള തുടുക്കി ഭോജൻ എന്ന് പറഞ്ഞൊരു മൂപ്പനുണ്ടായിരുന്നു. നേരെ ഇംഗ്ലീഷ് വരെ അത്യാവശ്യം പറയുമായിരുന്നാ പറയുന്നത്. അയ്യപ്പന്മാരൊക്കെ ആയിട്ട് കൂട്ടുകെട്ട് ഊരില് നമുക്ക് ശരിക്കും എല്ലാവർക്കും പെട്ടെന്ന് പ്രവേശിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇല്ല, അതൊക്കെ ഇന്ന് വന്ന ഇതാണ്. അമ്മ അവരെ സംബന്ധിച്ച് അവരെല്ലാവരെയും കൈനീട്ടിച്ചിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീകൾക്കെല്ലാം പ്രശ്നം ഉണ്ടായത്. അവർക്ക് ആരെയും ഭയമില്ല, അവരാരെയും മോശമായിട്ട് കാണുന്നില്ല. ആർക്കും അങ്ങനെയല്ല. ഞാൻ പോകുമ്പോൾ ഊരിൽ പോയി കഴിഞ്ഞാൽ ഊരിൽ അവർ കയറി കിടക്കുക. അങ്ങനെയാണ് വിശാല ഹൃദയരായിരുന്നു. അതായത് മനുഷ്യ ജീവിതത്തിന്റെ മറ്റേ സൗഹൃദത്തിന്റെ ഉദാഹരണം അവരായിരുന്നു. എന്റെ മനസ്സിൽ ഇന്നും അവരായിരുന്നത് പോലെ ജീവിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അനുകരിക്കലല്ല, പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള അവരുടെ അടുപ്പവും ബന്ധവും സൗഹൃദവും ആ മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഈ ഇവരുടെ വിവാഹ രീതിയൊക്കെ എങ്ങനെയാണ്? വിവാഹ രീതികളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീയും പുരുഷനും സുഹൃത്തുക്കളായിട്ട് ജീവിക്കാൻ അവർക്ക് യാതൊരു തടസ്സമില്ല. ഇനി അവർക്ക് കല്യാണം കഴിക്കണം തോന്നുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊരിൽ പറയണം. അപ്പൊ അവര് കൂട്ടം കൂടി
ഒരു ചെറിയ ചടങ്ങ് പോലെ നടത്തി കൊടുക്കും. ഓ അത് ശരി. പിന്നെ അവരിങ്ങനെ കൂട്ടുകൂടി നടക്കുന്ന കാലത്ത് ഉം. ഗർഭിണിയായി കഴിഞ്ഞാൽ ഉം. നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണം. അത് ശരി. ഗർഭിണിയായ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ അതനുസരിച്ച് അവരുടെ സൗഹൃദ ജീവിതത്തിന് യാതൊരു വിലക്കുകളും ഉണ്ടായിരുന്നില്ല. അത് ശരി. അതുകൊണ്ട് അവിടെ അടുത്ത് പീഡന പ്രശ്നം ഉണ്ടാകാതിരുന്നു. ആ സ്വന്തവാസി ലോകത്തെ വിലക്കുകളുടെ പരമ്പരയാണല്ലോ. ഉം. വിലക്കുകളിലൂടെ മനുഷ്യരെല്ലാം നോക്കാൻ പാടില്ല. അസ്വസ്ഥരും മറ്റേ ഈ എന്താണ് അക്രമികളുമായി മാറും. അല്ല, ഈ വളച്ചിടപ്പെടുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത കൂടുക. ഉം. തുറന്നു വിടുമ്പോ പിന്നെ അസ്വസ്ഥത ഇല്ലല്ലോ. പിന്നെ അവരുടെ ഈ ആരാധനക്രമങ്ങളോ കാര്യങ്ങളോ അതിനെപ്പറ്റി എന്തെങ്കിലും ആരാധനാക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് അവരുടെ ഈ മല്ലീശ്വരൻ ഉത്സവമൊന്നുണ്ട്. അതന്നെ. മല്ലീശ്വരൻ കോവിലുണ്ട്. പിന്നെ കോവിലിൽ അവർക്ക് ദൈവപ്പര ഉണ്ടാവും. അവിടെ ഒരു നിവേദ്യം, പൂജ, പുഷ്പങ്ങളും ഒക്കെ ആയിട്ടുണ്ടാവും. അതിന് പ്രത്യേക പിന്നെ സ്ഥലമുണ്ട്. പിന്നെ അതെന്തെങ്കിലും ഒരു മരം അല്ലെങ്കിൽ ഒരു വെക്കുകയോ അതിന് ഈ ഇപ്പൊ ഈ ഉപദേശിക്കുന്ന പോലെയുള്ള ഒരു പവിത്രത അതിന് കൽപ്പിച്ചിരുന്നില്ല. അപ്പൊ അവര് ഈ കൃഷി ചെയ്യേണ്ട കാലത്തൊക്കെ ആ സമയത്ത് അവിടെ അവർക്ക് ചെറിയ പൂജകളുണ്ട്. ചെറിയ പൂജ എല്ലാം ചെറിയ ഭൂമി പൂജ, ദൈവ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഈ പണ്ണക്കാരന്റെ ജോലി. അവ ഈ പാട്ടും കളിയും ഇതൊക്കെ അവർക്ക് കൃഷി ഇറക്കുന്നതിന് ആ ഉത്സവത്തിന്റെ പേരാണ് കമ്പളം. ആടിപ്പാടിയാണ്. നല്ല രസമാണ്. പിന്നെ മിക്ക ദിവസങ്ങളിലും അവരുടെ ഊരുകളിലെ ആട്ടവും പാട്ടും ഉണ്ടാവും. പ്രത്യേകിച്ചും മഴയില്ലാത്ത വേനൽക്കാലത്തെ നിലാവുള്ള രാത്രികളിൽ എല്ലാവരും കൂടും അതിന്. ആട്ടം പാട്ടെന്ന് അതിന് പറയുന്നത്. എല്ലാവരും നല്ല പിന്നെ കൂത്തെന്നും ചിലവ് പറയാറുണ്ട്. അവരുടെ കൂട്ടത്തിലെ ഈ ഒരു പ്രത്യേകതരം ഒരു PP എന്നാണ് പറയണത്. ഈ കുഴലുണ്ട്. പിന്നെ ദവിൽ, പറ എന്ന് പറഞ്ഞിട്ട് 2 ഉപകരണങ്ങളുണ്ട്. അത് രണ്ടും തുകലും ദവില് മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിന്റെ വായ തോല് വെച്ച് കിട്ടുന്നത്. പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുറ്റിയോ ചെണ്ട അതിന് 2 വശത്തും ഇയാളുടെ സൗകര്യമുണ്ട്. പിന്നെ ഈ മറ്റേ PP എന്നാ പറയുന്നത് കുഴലുണ്ട് അവർക്ക്. അതും പ്രത്യേക രീതി ഉണ്ടാക്കിയതാ. അത് എല്ലാവർക്കും ഒന്നും അത് ഊതാൻ പറ്റില്ല. അത് പ്രത്യേക ആളുകളുണ്ട്. അതെ. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളപ്പോഴേക്കും ഭയങ്കര ഒരു വർഷമാണ്. അവർ മണിക്കൂറുകൾ നീണ്ട് ചിലപ്പോ ആടിപ്പാടി കിടന്നുറങ്ങും. വളരെ സംതൃപ്തമായ ജീവിതമായിരുന്നു. അപ്പൊ നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡ്രസ്സില്ല, ഭാഷ അറിയാൻ പാടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഇങ്ങനെയുള്ള നമുക്ക് കുറെ വെച്ച് കെട്ടിയ അടിച്ചേൽപ്പിക്കലാണ്.